നമസ്കാരം. ലഹരി ഉപയോഗിച്ചതിനും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനുമുള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ ജാമ്യം കിട്ടി പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങി. സ്റ്റേഷൻ ജാമ്യത്തിലാണ് നടനെ പോലീസ് വിട്ടയച്ചത്. ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശനിയാഴ്ച വൈകിട്ട് 5:30 ഷൈൻ ടോം ചാക്കോ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്നും മടങ്ങി. കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വീണ്ടും ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിങ്കളാഴ്ച തന്നെ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചു. അതിനാൽ തിങ്കളാഴ്ച നടനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലമാണ് ഇനി നിർണായകമാവുക. അച്ഛന്റെയും അമ്മയുടെയും ജാമ്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് വിട്ടയച്ചത്. മാതാപിതാക്കളാണ് നടന് ജാമ്യക്കാരായതെങ്കിലും സഹോദരനും സുഹൃത്തുക്കളും അഭിഭാഷകരും സ്റ്റേഷനിലെത്തിയിരുന്നു. അതേസമയം ജാമ്യത്തിലിറങ്ങിയ ഷൈൻ ടോം ചാക്കോ കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നില്ല തിരികെ പോയത്. സുഹൃത്തുക്കൾക്കും അഭിഭാഷകർക്കും ഒപ്പമാണ് അദ്ദേഹം സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. NDPS 27B 29 വകുപ്പുകളും ഭാരതീയ നിയമസംഹിതയിലെ 237, 238 പ്രകാരം തെളിവ് നശിപ്പിക്കലും എന്നീ കുറ്റകൃത്യങ്ങളാണ് ഷൈനെതിരെ ചുമത്തിയിട്ടുള്ളത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ വൈദ്യപരിശോധനകൾക്കും ശേഷമാണ് ഷൈൻ പുറത്തിറങ്ങിയത്. ഷൈൻ തെളിവ് നൽകാതിരിക്കാൻ രക്ഷപ്പെട്ടെന്നാണ് FIRൽ പറയുന്നത്. താരം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നെന്നും ഉത്തമ വിശ്വാസം വന്നുവെന്നും FIRലുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് മലപ്പുറം സ്വദേശി മുർഷിദ് എന്നയാളുമായി ഹോട്ടൽ മുറിയിലെത്തിയതെന്നും FIR വ്യക്തമാക്കുന്നുണ്ട്. ഇയാളെയും പോലീസ് വിളിച്ചു വരുത്തി കേസിൽ പ്രതി ചേർത്തതായും പോലീസ് അറിയിച്ചു. ഇന്ന് ഷൈൻ്റെ ഒപ്പം വരുത്തി മുർഷിദിനെ ചോദ്യം ചെയ്തു. ഷൈൻ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഏപ്രിൽ 22-ന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തനിക്ക് 22-ന് കൂടുതൽ സൗകര്യമെന്നും അന്ന് വരുമെന്നും ഷൈൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഷൈൻ അതിവേഗം കാറിൽ കയറി മടങ്ങുകയായിരുന്നു. ഷൈനെതിരെയുള്ള കേസ് മലയാള സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വഴി തുറക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഷൈൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ തുടർ നീക്കങ്ങളാകും ഇനി ഉണ്ടാവുക. അതേസമയം വിൻസിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ഈഗോയുടെ പുറത്ത് വന്നതാണ് പരാതിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. വിൻസി കുടുംബ സുഹൃത്താണെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. താൻ അപമര്യാദയെ പെരുമാറുമെന്ന് പറഞ്ഞ തെറ്റാണ്. ഇക്കാര്യം സൂത്രവാക്യം സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ ശരിവെക്കില്ലെന്നും അവരുടെ ആവശ്യമെങ്കിൽ വിളിച്ചു ചോദിക്കുമെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. സിനിമയുടെ സെറ്റിൽ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഷൈൻ മൊഴി നൽകി. ആലപ്പുഴയിൽ അറസ്റ്റിലായ ലഹരി കച്ചവടക്കാരി തസ്ലീമയുമായി ബന്ധമുണ്ടെന്നും ഷൈൻ സമ്മതിച്ചു. കൂടാതെ മെത്തഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുമെന്നും ഷൈൻ തുറന്നു പറഞ്ഞു. കഴിഞ്ഞ വർഷം പിതാവ് തന്നെ 12 ദിവസം ഡി അഡിക്ഷൻ സെന്ററിലാക്കിയിരുന്നു. കൂത്താട്ടുകുളത്തെ ലഹരിമുക്ത കേന്ദ്രത്തിൽ 12 ദിവസം കഴിഞ്ഞു. എന്നാൽ താൻ അവിടെ നിന്നും പാതി വഴിയിൽ ചികിത്സ നിർത്തി മടങ്ങിയെന്നും പോലീസിനോട് ഷൈൻ സമ്മതിച്ചിട്ടുണ്ട്. ഷൈൻ്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. തുടക്കത്തിൽ പിടിച്ചു നിന്നെങ്കിലും പോലീസിന്റെ തുടർ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറുകയായിരുന്നു. ഒപ്പം ഷൈൻ്റെ ഫോൺ കോളുകളും നിർണായകമായി. കൊച്ചിയിലെ ഹോട്ടലിൽ പോലീസ് ഡാൻസ് ഓഫ് ടീമിന്റെ പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്നും ചാടി ഓടിയതോടെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണമുണ്ടായത്. തുടർന്ന് കേരളം വിട്ട ഷൈൻ ടോം ചാക്കോയോട് ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസും നൽകി. ഇതനുസരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരായ ഷൈൻ ടോം ചാക്കോയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തി ലഹരി ഉപയോഗം കണ്ടെത്താനായി നടന്റെ വൈദ്യപരിശോധനയും നടത്തിയിട്ടുണ്ട്.